വെടിക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയനമനോഹരാണ്, കർണകടവരല്ല. നിശ്ചിത സമയത്തിനെല്ലാം മുമ്പ് തീയ ഉള്ളിലേക്ക് കൊടുക്കണേ കുറ്റിയിലിരുന്ന് പൊട്ടും. അത് ഡൈനാമിറ്റ് തന്നെ. അത് എത്ര കുഴിച്ചിടുന്നതാണ്? അത് 80 കിലോ മുകളിലേക്ക് പോകുന്നത് തന്നെ 80 കിലോ ഉണ്ടാവും. ചെക്ക് വേണ്ടിയാണ് ഈ പൊട്ടാഷ്യം ക്ലോറൈറ്റ്. ക്ലോറൈറ്റ് നിരോധിത വസ്തുവാണത്. ക്ലോറൈറ്റ് തീപ്പെട്ടിക്ക് ഉപയോഗിക്കുന്നതാണത്. അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ നിരോധിച്ചിട്ടുള്ളതാ. പക്ഷെ എന്നാലും നമ്മൾ ഉപയോഗിച്ചിരുന്നു. സർക്കാരിനും അറിയാം ഉപയോഗിക്കേണ്ടെന്ന്. ഇതിനൊരു 2 ലക്ഷത്തോളം ഉണ്ടാവും 3 പ്രാവശ്യമായിട്ട്. ഓലപ്പടക്കം ഇത് അമിട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം 100 താഴെ ഉണ്ടായിരുന്നുള്ളൂ. 78-ലാണ് ചേട്ടൻ ആദ്യമായിട്ട് പൂരത്തിന് വെടിക്കെട്ടെടുക്കുന്നത്. അതിക്ക് മുമ്പ് ചെറുവക പരിപാടികൾ മാത്രമേ നടത്തിയിരുന്നുള്ളൂ. പിന്നെ പൂരത്തിന് 68-ൽ കയറുമ്പോൾ സാമ്പിൾ നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നില്ല. അന്ന് വന്നു പോണവർ മാത്രം ഉണ്ടാവും. ചീട്ടുകളിയുടെ കത്തിക്കേണ്ട നേരമാകുമ്പോൾ ചീട്ടുകളിക്കാരോട് കളി നിർത്താൻ പറയും. അത് കഴിഞ്ഞ് അവർ പോവും. ഇത് കഴിയുമ്പോൾ രണ്ടാമത് അവരോട് വന്നിരുന്ന് ചീട്ട് കളിക്കുക. അത്രയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അത് അപ്പനായിട്ട് ഇതിൽ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൻ സീതാനം വലിയ ജോലിക്കാരനായിരുന്നു. വെടിക്കെട്ടുള്ള കമ്പം കൊണ്ട് ആൾ ഇതിലേക്ക് ശമ്പളം കിട്ടുമ്പോൾ കെമിക്കലൊക്കെ മേടിക്കുക. അന്ന് കെമിക്കൽ വാങ്ങിച്ച് കൂട്ടി അന്ന് ഈ വെടിക്കെട്ടുകാരുടെ ഇന്ന് ഈ എഴുതി വെച്ചിട്ടുള്ള പുസ്തകങ്ങളൊക്കെ കിട്ടും, വലിയ വെടിക്കെട്ടുകാരുടെയൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ നോക്കി കുറേ കത്തിക്കും, കുറേ നിലത്ത് വീണു. അങ്ങനെ സീതാറാം മില്ലിലെ പണിയും. പിന്നെ അങ്ങനെ അപ്പൻ സ്വന്തമായിട്ടൊരു ലൈസൻസ് എടുത്തു. അപ്പൻ്റെ പേരിലായിരുന്നു. അതിലാണ് ഞങ്ങളൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ അതിൽ തന്നെയായിരുന്നു മുഴുവനായിട്ടും. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിലെ തന്നെ അതിൽ എനിക്ക് ആക്റ്റീവായിട്ട് ഇടപെടാൻ പറ്റി. അന്തോണി സീതാറാം മില്ലിൽ അപ്പൻ ജോലി ചെയ്യുന്നത്. അങ്ങനെ ഈ പരിപാടികൾ നടക്കുമ്പോൾ ചേട്ടനും ഇതിനെ അപ്പൻ്റെ കെമിക്കൽ മേടിക്കാനും പിടിക്കാനും അങ്ങനെ എല്ലാ ഇതും ചെറുപ്പത്തിൽ തന്നെ ഇതിൻ്റെ ABCD മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ പൂരത്തിന് വന്ന് കിഴക്കുവീട്ടിൽ ഒരു ബാലമേനുണ്ടായിരുന്നു. കിഴക്കുവീട്ടിൽ ഫാമിലിയാണ് നമ്മളിങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് വളരെയധികം സഹായിച്ചിട്ടുള്ളത്. അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചേട്ടൻ പൂരത്തിൻ്റെ പരിപാടി നടത്താൻ പറ്റും. അപ്പോൾ വിളക്കിനും പരിപാടിക്ക് അയ്യപ്പൻ വിളക്കിനൊക്കെ കുറേശ്ശെ പരിപാടി പറമ്പിൽ ഉണ്ടാവും, ചെറുതായിട്ട് എടുക്കും. അങ്ങനെ പറഞ്ഞ് ബാലമേനോട് പറഞ്ഞു, ചേട്ടൻ്റെ അമുട്ട അവർ ആരും കണ്ടിട്ടില്ല. അപ്പോൾ സാമ്പിളിന് ഒരു അമുട്ട് പൊട്ടിക്കിട്ടെന്ന് ചേട്ടൻ പെർമിഷൻ ചോദിച്ചു. 68-ൽ. അപ്പോൾ ദേവസ്വക്കാർ തിരുവമ്പാടിക്കാർ ഇത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ദേവസ്വക്കാർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അനുവാദം കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു പച്ച മെഗ്നീഷ്യം മൗണ്ട് 10 ഇഞ്ച് ഡയാമീറ്ററിൻ്റെ ഒരു മെഗ്നീഷ്യം മൗണ്ട് പൊട്ടിച്ചു. അവരാണെങ്കിൽ അത് കരുതിയിട്ടുമില്ല. അങ്ങനെയാണ് സാമ്പിൾ മേടിക്കിട്ട് അങ്ങനെ പിറ്റേ കൊല്ലം 10 അമിട്ടായി, 10 അമിട്ടായി. സാമ്പിൾ അമിട്ട് പൂരത്തിന് മെഡിക്കറ്റിനോടൊപ്പമായിട്ട് പടക്കം 2000 വരയ്ക്ക് പടക്കം ഉണ്ടായിരുന്നില്ല, ഓലപ്പടക്കമില്ല. നമ്മൾ പോകുന്നതിന് ശേഷമാണ് ഓലപ്പടക്കം സാമ്പിളിനും കൂടി ആയത്. അപ്പോൾ പൂരത്തിൻ്റെ എല്ലായി. ആദ്യമായിട്ട് 68-ലാണ് നിങ്ങൾ ഇതിന്റെ പാറമേക്കാവിന്റെ വെടിക്കെട്ട് എടുക്കുന്നത്. 68-ൽ കഴിഞ്ഞ് പിന്നെ 78 വരയ്ക്ക് 11 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് തിരുവമ്പാടി CMSന്റെ അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായില്ലേ, അത് തിരുവമ്പാടിക്കാരെയാണ് ആയിരുന്നത്. ആ 78-ൽ നമ്മൾ കുറച്ച് സ്റ്റോപ്പ് ചെയ്യട്ടെ എന്നുള്ള പരിപാടി, ഇതിൻ്റെ ഒരു ഗ്യാപ്പ് ഇടാനായിട്ട്. പിന്നെ 87-ലാണ് പിന്നെ കയറണം. പിന്നെ 95 വരയ്ക്ക് 9 കൊല്ലം. അപ്പോൾ 20 വരെ 2000-ൽ ഒരു കൊല്ലവും. അങ്ങനെ 21 വർഷം നമ്മൾ തൃശ്ശൂർ പൂരത്തിന് നമ്മൾ വെടിക്കെട്ട് നടത്തി. ഈ 2000-ൽ എന്താ നിർത്താൻ കാരണം എന്താവും? പിന്നെ വേണ്ടെന്ന് വെച്ചതാണോ അതോ? അല്ല, വേണ്ടെന്ന് വെച്ചാൽ അപ്പോഴേക്കും പുതിയ പ്രവണത വന്നു തുടങ്ങി. ഹെവി എക്സ്പ്ലോസീവിലേക്ക് വന്നു തുടങ്ങി. പാലക്കാട്ടുകാർ ഇങ്ങോട്ട് വന്നു. നമ്മൾ ഗ്യാപ്പ് വരുമ്പോൾ പാലക്കാട്ടുകാർ വരുമ്പോൾ അവരാണ് ഈ വലിയ ഉറക്ക സൗണ്ടുള്ളതിലേക്ക് തൃശ്ശൂരിനെ കൊണ്ടുപോയി എത്തിച്ചത്. അത് ശരിയല്ലെന്നാണ് ചേട്ടൻ്റെ? എന്നാ ശരിയല്ല. കാണാൻ ഭംഗി വേണം. കാണണം. കഥകളി അറിയണമെന്നുണ്ടെങ്കിൽ മുദ്ര അറിയണ്ടേ, മേള ആസ്വദിച്ച് അതിൻ്റെ കലാശവും കാര്യങ്ങളും എല്ലാം അറിയണ്ടേ. വെടിക്കിട്ട് ആസ്വദിക്കാൻ വിദ്യാഭ്യാസം വേണ്ട, പ്രായമില്ല, വേറെ ഒന്നുമില്ല. നമുക്ക് കണ്ട അപ്പം തന്നെ ആസ്വദിക്കുകയാണ്. അന്ന് അമിട്ടുകൾ
എന്നെ അളക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ ചെയ്യാൻ ഇന്നമിട്ട് അതിനുള്ള ആളുകളുണ്ടായിരുന്നു ദേവസ്ഥയിൽ തന്നെ അറിവുള്ളവര്. അവര് പറയും സാമ്പിളൊക്കെ കഴിയുമ്പോൾ പറയും, ജോസേ 5ാമത്തെ കുറ്റിയിൽ ഇത്തിരി ഉയരക്കുറവുണ്ട് കേട്ടോ, കുറച്ച് കട്ടയിടണം കേട്ടോ. അവർ 5ാമത്തെ കുറ്റി അവർ ഓർമ്മ വെച്ചിട്ടുണ്ട് 5ാമത്തെ കുറ്റി. അപ്പോൾ 5ാമത്തെ കുറ്റി 10ൻ്റെ കുറ്റിയാണ്. അപ്പോൾ പൂരത്തിന് വരുമ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ 2 കട്ടയെ വാരിയിട്ടാൽ പ്രശ്നം കഴിഞ്ഞു, പൊന്തി. അപ്പോൾ 25 അടി 30 അടി പൊന്തുന്നത്. അത് ഇന്നും അഭിപ്രായം പറയാനൊരില്ല. ഇല്ല. അപ്പം മാറി, നേരത്തെ ഭയങ്കരമായിട്ട് മാറിയോ? മാറി വെടിക്കെട്ടിലാണ് കൂടുതൽ. ഒച്ചയ്ക്ക് കൂടി. അത് ഇപ്പം ഗൾഫിലൊന്നും ഈ ഒച്ചൻ്റെ ആയിട്ടല്ലല്ലോ. നമുക്ക് ഈ പൂരത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരത്തിന് ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ട് നാളെ കുറച്ചായി. പൂരത്തിന് മൊത്തം ഒരു സെറ്റുകാർക്ക് 1000 അമിട്ട് വീതം വേണം ഒരു സെറ്റുകാർക്ക്. അതിന് 1000 കുറ്റി വേണം. അമിട്ടും കുറ്റി കുഴിച്ചിട്ട് ഈ സൈസ് ഇതാണല്ലേ. ആമിട്ടും കുറ്റി 1000 കുറ്റി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഈ റീലോഡിങ് ഭയങ്കര അപകടമാണ്. ഇതിന്റെ ഇടയിൽ അല്ല, അമിട്ടൊരു സെറ്റ് പോയി കഴിഞ്ഞാൽ 2ാമത് കുറ്റി തുടച്ച് അതിൽ 2ാമത് ഇടും. ഒരു കുറ്റിയിൽ 6-7 വെച്ച് പൊട്ടിക്കും പ്രാവശ്യമായിട്ട്. അപ്പോൾ അതിൽ തീ ഉണ്ടെങ്കിൽ അമിട്ട് 2ാമത് ഇടുമ്പോൾ അത് തന്നെത്താൻ ഫെയറാവാനാണ്. തിരുവമ്പാട്ടിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് പണ്ട്. വെടിക്കിട്ടുകാരൻ അന്ന് ഇതൊക്കെ ആയിട്ട് മരിച്ചു പോയി. അപ്പം സ്പോട്ടിലായിട്ട് മരിച്ചു. അപ്പം അത് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അറേഞ്ച്മെൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പറമ്പിൽ ഒരു പരിപാടി ഉണ്ടാവില്ല. സ്റ്റോറിൽ ഒക്കെ ലോഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമുക്ക് ഫ്ലവേഴ്സിലൊക്കെ ഇത് കത്തിക്കുന്നില്ലേ, മാച്ച് പൂവൊക്കെ ഫ്ലവേഴ്സ് TV കാണിക്കുന്നു. അതേപോലെ നമുക്ക് റിമോട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റേജ് പോയിട്ട് ഇരിക്കാം. റൗണ്ടിൽ കസേരയിട്ട് ആളുകൾക്ക് ഇരിക്കാം. റിമോട്ട് ചെയ്യാം. അപ്പൊ ഈ അമിട്ട് ഒച്ചേക്കാളും കൂടുതൽ കളറായിരിക്കും. പല ലെയറിൽ പോയി പൊട്ടുന്നത്. പല ലെയറിൽ പൊട്ടുന്ന നിലമിട്ട് 50 അടിയിൽ വെച്ച് പൊട്ടി തുടങ്ങണം. 50 അടിയിൽ വെച്ച് പൊട്ടി തുടങ്ങിയാൽ അത് 500 അടിക്കാണ് നമ്മൾ വെക്കുക അമിട്ട്. അത് മുകളിൽ പോയി പൊട്ടുമ്പോൾ 8 എണ്ണെങ്കിലും പൊട്ടി തീരണം. മുകളിൽ പോയിട്ട് അങ്ങോട്ട് വേണോ ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കില്ലേ, അപ്പം പൊട്ടണം 2 നില. ഇങ്ങോട്ട് മറിഞ്ഞാൽ 2 നില കൊണ്ട് നിലത്തെത്തും. പിന്നെ കല്ല് വരണ മാതിരി വന്ന് വീഴുക. അത് എവിടെ വന്ന് വീഴുകയെന്ന് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷനാണ് മെയിൻ ഈ അമിട്ടിൻ്റെ. ഈ ഇപ്പം 100 അടി ഉണ്ടെന്നുണ്ടെങ്കിൽ 500 അടി ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിന് ഇത്ര സെക്കൻഡ്. ഒരു നില തൊട്ട് മറ്റേ നില വരയ്ക്ക് 7 സെക്കൻഡാണ് അതിൻ്റെ ടൈം. 7 സെക്കൻഡ്. ഒരു നില വരയ്ക്ക് 7 സെക്കൻഡ്. ഒരു 5 സെക്കൻഡ് ഫ്ലെയിം പുറത്തേക്കായിരിക്കും. ആ 7 സെക്കൻഡ് കഴിയുമ്പോൾ ഉള്ളിലേക്ക് തീ കൊടുക്കുമ്പോഴാണ് ഒരു നില നമ്മൾ കൊണ്ടുപോകും. പിന്നെ അതിൻ്റെ നെക്കിൽ പിടിച്ചു, അതിൻ്റെ 2ാമത്തെ പിടിച്ചു, അപ്പം 2ാമത്തെ നില കണ്ടു. അത് 50 അടിയിൽ പൊട്ടി തുടങ്ങണം. ശരി. ഇപ്പൊ അമിട്ട് കൂടി കുറഞ്ഞ് അതാണോ കൂടുതൽ? അമിട്ട് കുറഞ്ഞു. ഇപ്പൊ 8 ഇഞ്ചിലേക്കാക്കി. മറ്റേ ജില്ലാ ഭരണകൂടമൊക്കെ 8 ഇഞ്ചേ പാടുള്ളൂ എന്ന് പറഞ്ഞത്. പണ്ട് അങ്ങനെയല്ല, 12 ഇഞ്ച് വരെയുള്ള കോറ പൊട്ടിച്ചിരുന്നു. ഉച്ചയ്ക്ക് വേണ്ടിയാണ് ഈ പൊട്ടാഷ്യം ക്ലോറൈറ്റ് നിരോധിത വസ്തുവാണത്. ക്ലോറൈറ്റ് തീപ്പെട്ടിക്ക് ഉപയോഗിക്കുന്നതാണത്. അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ നിരോധിച്ചിട്ടുള്ളതാ. പക്ഷെ എന്നാലും നമ്മൾ ഉപയോഗിച്ചിരുന്നു. സർക്കാരിനും അറിയാം ഉപയോഗിക്കേണ്ടെന്ന്. ഇപ്പോഴാണ് ഈ ആക്സിഡൻറ്റുകൾ കൂടിയപ്പോഴാണ് അതിന് അമിതമായിട്ടുള്ള നിയന്ത്രണം വന്നത്. അത് നമ്മൾ ഈ 3 കെമിക്കൽ ഒരേ നിറമാണ്. പൊട്ടാസ്യം ക്ലോറൈറ്റ്, ബേരിയം നൈട്രേറ്റ് എന്ന് പറയുന്നത് വെടിയുപ്പ്, പൊട്ടാസ്യം ക്ലോറൈറ്റ്, നൈട്രേറ്റ്, ബേരിയം നൈട്രേറ്റ്, 3 എണ്ണം ഈ പൊടിച്ച പാക്കറ്റ് ഉപ്പില്ലേ അതിൻ്റെ നിറണം. അത് പിടിച്ചു നോക്കി കഴിഞ്ഞാൽ പഴയ ആളുകൾ 2ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അവർ തിരുമ്പി നോക്കിയാൽ പറയും ഇന്ന സാധനമാണെന്ന്. അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക്. ഇന്നുള്ള ആളുകൾക്ക് അറിയില്ല. ഇന്നിപ്പോൾ പീടികയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൽ പാക്കറ്റ് ലേബിൾ എഴുതിയിടുക, പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് എഴുതിയിടുക. അത് എഴുതിയിട്ടത് തെറ്റിയാലും അപകടമാണെന്ന്. അതിന് നമ്മൾ ചേട്ടനൊക്കെയുള്ള സമയത്ത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൗഡർ കുറച്ച് ഒരു ചാക്ക് പൊളിക്കുമ്പോൾ ഒരു നുള്ളെടുക്കും. എന്നിട്ട് ഗന്ധകം കയ്യിൽ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് വേറൊരു കല്ലും ഇട്ടിട്ട് വേറൊരു കല്ലുകൊണ്ട് ഉരച്ച് കഴിഞ്ഞാൽ സ്പാർക്കിങ് വന്നാൽ അത് പൊട്ടാസ്യം ക്ലോറൈറ്റാണ്.
ബാക്കി 2 എണ്ണവും സ്പാർക്കിങ് വരില്ല. നിങ്ങൾ ഇതൊക്കെ എവിടെ ചെയ്തിരുന്നത് ഈ നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നിലായിരുന്നു. അപ്പോൾ പരീക്ഷണങ്ങൾ ചെയ്യുമായിരുന്നു? പരീക്ഷണങ്ങൾ അവിടെ ചെയ്യും. അത് ചെറിയ തോതിൽ വരുമ്പോൾ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ, അത് കുറയ്ക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? അതിന് എന്താ ഒരു കുറയ്ക്കാനായിട്ട് സംസാരിച്ചിട്ടുണ്ടോ ഇവരോട് ആരോടെങ്കിലൊക്കെ ഇതിനെക്കുറിച്ച്? കുറയ്ക്കാനായിട്ട് മെയിനായിട്ട് നമ്മൾ ഈ മാനുഫാക്ചർ ചെയ്ത സാധനങ്ങൾ വർക്കിംഗ് ഷെഡിൽ നിന്ന് മാറ്റണം. ആദ്യം മാനുഫാക്ചർ ചെയ്ത സാധനം ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ അരിയത്ത് വയ്ക്കുമ്പോൾ അതിൽ നിന്നുള്ള ഫയറിങ് ഇതിലേക്ക് കൂടി പിടിക്കുമ്പോഴാണ് ഇത് വലുതാവണത്. അതേസമയത്ത് പണി തീർത്ത സാധനം സ്റ്റോർ റൂമിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തീവ്രത പകുതി കുറയും. പിന്നെ കൂടുതൽ ആളുകൾ ഒന്നിച്ചിരുന്ന് പണിയരുത്. ഓരോ സാധനങ്ങൾ കെമിക്കലിൻ്റെ തീവ്രത അനുസരിച്ച് വ്യത്യാസം വരുത്തണം. അങ്ങനെയാണ് അതിൻ്റെ ഇത്. അത് 30,000 ഓലപ്പടത്തിലേക്ക് തീ പിടിച്ചാൽ നമ്മൾ 30,000 പൊട്ടൊന്നും കേൾക്കില്ല, ഒരൊറ്റ പൊട്ട കേൾക്കുള്ളൂ. അത് വാർത്ത കെട്ടിടത്തിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി ഫോഴ്സായി. വാർത്ത കെട്ടിടം ഡൈനാമിറ്റിൻ്റെ ഒരു പുറം കവചമായിട്ട് മാറുകയാണ് വാർത്ത കെട്ടിടം അതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ. അപ്പോൾ കിലോമീറ്റർ നമ്മുടെ പുറ്റിങ്ങിലേക്ക് ഉണ്ടായത് അങ്ങനെയാണ്. അതാണ് കിലോമീറ്റർ അകലേക്കാണ് ഇതിൻ്റെ ഇത് തെറിച്ച് പോവുക. സീസൺ ആകുമ്പോൾ ഒരു പുല്ല് വെട്ടാൻ പോണവരെയും പലരെയും വിളിച്ചിട്ടാണ് പണി. അതെ, അത് ട്രെയിനിങ് ഒക്കെ കൊടുത്തൊരു ട്രെയിനിങ് കൊടുക്കണം. അതിനൊരു സംവിധാനം വേണം. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് കെയർലെസ് ആയിട്ടാണ് ചെയ്യണതേ. മാനസികമായിട്ട് ക്ലിയർ അല്ലാത്തവരെ നമ്മൾ മരുന്ന് പണിയിൽ 60% മരുന്ന് പണിയുള്ളൂ, ബാക്കി 40% മരുന്നില്ലാത്ത പണിയാണ് കോറി ഉണ്ടാക്കലൊക്കെ. അപ്പം അങ്ങനെയുള്ളവരെ കോറി ഉണ്ടാക്കണതിലേക്ക് മാറ്റണം. അപ്പോൾ വീഡിയോയിലേക്ക് എന്ത് പഠിച്ച് ചെയ്താലും ഇപ്പോൾ വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ട് വരണ വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇടുന്നതിന് പകരം ഇങ്ങനെ ഇടുന്ന ദേഷ്യം മുഴുവൻ വീട്ടിലാവും. അപ്പം അങ്ങനെ നമ്മൾ അവരുടെ മാനസിക സ്ഥിതി അവർ എന്ത് ചെയ്യണു, കാശ് എന്ത് ചെയ്യണു, വീട്ടിൽ വഴക്കുണ്ടോ, വീട്ടിൽ പിള്ളേരെ നോക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കണം. കാശ് കൊടുത്ത് വിട്ടുകൊണ്ട് കാര്യമില്ലാന്ന്. മദ്യപിക്കുന്നവരുണ്ട് ഇതിൽ കൂടുതലേ. അപ്പോൾ അവരെ അങ്ങനെയുള്ള പ്രശ്നമില്ലാത്ത പണിയിലേക്ക് മാറ്റണം. ചൈനയിലും യു എയിലും ഒക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇത്ര അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതിന് ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ കുറവാണ്. മുഴുവൻ കളേഴ്സിലേക്കല്ലേ. കളേഴ്സ് ഇപ്പോൾ ഗുളിക ഉണ്ടാക്കി അമിട്ടുണ്ടാക്കി അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര അപകടങ്ങളില്ല. അത് പുതിയൊരു പ്രവണതയാണ് ഈ ഒച്ചയിലേക്കുള്ള ഒച്ചയിലേക്ക്. ആദ്യം ഒച്ചയുണ്ട്, പക്ഷെ അത്രയും കിടപ്പുണ്ടായിരുന്നില്ല എന്ന് മാത്രം. നെന്മാറൊക്കെ തൃശ്ശൂർ പൂരത്തിനും കൂടുതൽ ഒച്ചയിൽ പൊട്ടിക്കും. പക്ഷെ അവിടെ സ്ഥലമുണ്ട്. അവിടെ സ്ഥലം പാടങ്ങളല്ലേ. കൂത്രാളിക്കാവ് പൊട്ടിക്കാറുണ്ട്. അവിടെ പാടങ്ങളാണ്, ജനങ്ങൾക്ക് നിൽക്കാനും ഇതുണ്ട്. ഇപ്പം നമ്മൾ ചൈനയിലെ പോലെ ലൈറ്റ് ഷോ അതിലേക്ക് മാറണം. ഒച്ച കുറയ്ക്കണം. അത് ഡൈന കദീന അങ്ങനെയുള്ള സാധനങ്ങളാണ്. കുറച്ച് സൗണ്ട് ഓലപ്പടക്കം ഒരു കുറച്ചൊക്കെ പൊട്ടിച്ച് കുറച്ച് സൗണ്ട് കഴിഞ്ഞിട്ട് ഈ അമിട്ടുകൾ ഞാൻ ഈ പറഞ്ഞ മാതിരി 1000 അമിട്ട് പൊട്ടിക്കുക. അതിൻ്റെ കുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയ് അയൽക്കോസ മറ്റേ നമുക്ക് 10 തലമുറ പൊട്ടിക്കുക ഈ കുറ്റി. പൂരത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ ഒരു രീതി എങ്ങനെ തുടങ്ങുന്ന ഓലപ്പടക്കത്തിൽ നിന്ന് കദീന എങ്ങനെ അതിൻ്റെ ഒരു രീതി? ആദ്യം ഒറ്റ ലൈൻ ഓലപ്പടക്കം. എത്ര എണ്ണം ഉണ്ട്? അതൊരു 50,000 ഒറ്റ മാലിയുണ്ടാവും. അത് ഓലപ്പടക്കം തുടങ്ങുന്നത് സ്പെഷ്യൽ പടക്കമായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓലയുടെ നീളമനുസരിച്ച് പടക്കത്തിൻ്റെ ക്വാളിറ്റി. ഓല നീളം തുടക്കത്തിലുള്ള ഓലയ്ക്ക് ഇത്രയും ഉണ്ടാവും. ഫിനിഷിങ് വരുമ്പോൾ ഒരു ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ചെറിയ പടക്കം മാല എണ്ണം കൂടും. എത്ര ലക്ഷം ഓലപ്പടക്കം ഉണ്ടാവും പൂരത്തിന്? ഒരു 2 ലക്ഷത്തോളം ഉണ്ടാവും 3 പ്രാവശ്യമായിട്ട് ഓലപ്പടക്കം. ഇത് അമിട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം 100 താഴെ ഉണ്ടായിരുന്നുള്ളൂ. അത് ചെറുതാണ്, ചെറിയ അമിട്ടുകളാണ്. അപ്പോൾ ഈ ഒച്ച ഉണ്ടാക്കുന്നത് എന്താണ് ഈ ഡേഞ്ചർ? അത് കദിനെ അല്ല, ഒച്ച ഉണ്ടാക്കുന്നത് ഡൈനാമിറ്റും കുഴിമിന്നലൊക്കെ. കുഴിമിന്നൽ അതായത് ഗുണ്ട് കഴിഞ്ഞിട്ട് ഗുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഫ്രെയിം വയ്ക്കുക ചെയ്യുക. ഗുണ്ട് 25 എണ്ണം വീതം ഫ്രെയിം കയറ്റിയിട്ട് ഇങ്ങനെ അടിക്കും. എന്നിട്ട് വഴിമരുന്ന് ഇടുമ്പോൾ ഈ 25 എണ്ണം ഒരുമിച്ച് പോവും. അങ്ങനെ ഒരു 10 വരി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ കുഴിമിന്നലിലേക്കായി. അവ കുറച്ചുകൂടി കനം വന്നു. പിന്നെ ഡൈനാമിറ്റിലേക്കായി. പിന്നെ ഇപ്പോൾ വലിയ ഇതൊന്നും ഇല്ലാണ്ടായില്ലോ. ഇതിലും വലിയ പടക്കങ്ങളും ഉണ്ടായിരുന്നു പണ്ട്. മുകളിലുണ്ട് ഒരെണ്ണം. എന്ത് സാധനം അത്? അത് ഡൈനാമിറ്റ് തന്നെ. അത് എത്ര കുഴിച്ചിടുന്നതാണ്? അത് 80 കിലോ മുകളിലേക്ക് പോണത് തന്നെ 80 കിലോ ഉണ്ടാവും.
ഇപ്പൊ അത് 2 കിലോ ഉള്ളൂ ആകെ. 80 കിലോ മുകളിലേക്ക് പോണത് തന്നെ 22.5 കിലോ അടിയിലിടും. അടിമരുന്ന്. അപ്പൊ ഭയങ്കര ഒച്ചയാണോ അത്? അടിയിൽ മരുന്ന് ഇടുന്നത് മുകളിലേക്ക് പൊന്തിക്കണ്ടേ? അടിയിൽ നിന്ന് നമ്മള് ജം എന്നൊരു സൗണ്ട് കേൾക്കണില്ലേ? അതാണ് ഈ ഗൺ പൗഡർ. അത് 22-25 കിലോ താഴെ വേണം അതിന്റെ മുകളിലേക്ക് എത്തിക്കാൻ, 50 കിലോന് മുകളിലേക്ക് എത്തിക്കാൻ. എന്നിട്ട് ആ നിശ്ചിത സമയം വരുമ്പോൾ ടൈമർ വരുമ്പോൾ അതിലേക്ക് തീ കൊടുക്കുമ്പോൾ പൊട്ടും. ഈ ടൈമറാണ് അതിന്റെ വെടിക്കെട്ടിലെ മെയിൻ കാര്യം. ടൈമർ എന്ന് പറയുന്നത് നമ്മൾ സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് സാധനമാണ് ഈ ടൈമർ. അതായത് ഇത്ര ഉയരം പോണത് ഈ ടൈമറാണ് നിശ്ചയിക്കുക. അതിന് ഇതിനെ വലിച്ചു കൊണ്ടുപോകാനുള്ള കഴിവൊന്നുമില്ല. നിശ്ചിത സമയം വരയ്ക്ക് ഇതിൻ്റെ ഫ്ലെയിം പുറത്തേക്കായിരിക്കും. നമ്മുടെ ഗ്യാസ് കട്ടിങ് ഇല്ലേ, അതുപോലെ പുറത്തേക്കായിരിക്കും. ആ നിശ്ചിത സമയം കഴിയുമ്പോൾ ഉള്ളിലേക്ക് തീ കൊടുക്കുമ്പോൾ വിരിയാളാണെങ്കിൽ വിരിഞ്ഞു, പൊട്ടാളാണെങ്കിൽ പൊട്ടി. നിശ്ചിത സമയത്തിനെല്ലാം മുമ്പ് തീ ഉള്ളിലേക്ക് കൊടുക്കണമെങ്കിൽ കുറ്റിയിലിരുന്ന് പൊട്ടും. നിശ്ചിത സമയം കഴിഞ്ഞിട്ടും ഉള്ളിലേക്ക് തീ കൊടുക്കാണ്ട് വരും. ഇങ്ങനെ ഫ്ലെയിം പുറത്തേക്ക് തന്നെ ആകുമ്പോൾ അതാണ് മുകളിൽ പോയി താഴ്ത്തു വന്ന് നിന്ന് കൂട്ടണം. നമ്മുടെ കേരളത്തിൽ തന്നെ ഈ വെടിക്കെട്ടിന്റെ വേറെ പല പല ശീലങ്ങളുണ്ടോ? ഇപ്പൊ പാലക്കാട്, കൊല്ലം, അത് വേറെ വേറെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? അത് പാലക്കാട് ഹെവി എക്സ്പ്ലോസീവ് ആണ് മെയിൻ. കൊല്ലം ആ ഭാഗത്തേക്ക് പോയാൽ കൊല്ലം ഭാഗത്ത് ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ഉണ്ട്. ഹെവി പാലക്കാട് ഏരിയയിൽ മാത്രമാണോ? അത്ര. പിന്നെ കണ്ണൂർ ഭാഗത്തുണ്ട്. കണ്ണൂരും വെടിക്കെട്ടുണ്ട്. ഇവിടെ നിന്നാണ്, തൃശ്ശൂരിൽ നിന്ന് പോയിട്ടാണ് ഇവിടെ ഈ കണ്ണൂരും പാലക്കാടും ഇതൊക്കെ പോയി എല്ലാവർക്കും വെടിക്കെട്ട് പണി പഠിപ്പിച്ച് തൃശ്ശൂരിൽ നിന്നാണ്, ശിവകാശിയിലൊക്കെ. തൃശ്ശൂർ പണ്ട് മുതൽ ഇതിനൊരു ഒരു ഇതുണ്ടോ, സംസ്കാരം ഉണ്ടോ? തൃശ്ശൂർ എന്ന് പറഞ്ഞ വെടിക്കെട്ടിന്റെ പൊന്നുവീട്ടിൽ ഗോപാലൻ നായർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പിന്നെ അങ്ങോരെ ഒരു മരുമകൻ, ഒരു VM പണിക്കര്, അവരൊക്കെയാണ് ഇതിന്റെ. പിന്നെ കുര്യ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു, കുര്യ ചേട്ടൻ. അവരൊക്കെയാണ് ഇതിൽ തുടക്കക്കാര്. അവിടെയൊക്കെ അന്ന് 2ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പടക്ക കമ്പനിയിലേക്ക് പോവല്ലേ ചെയ്യുക. പടക്ക കമ്പനി ഉണ്ടായിരുന്നു തൃശ്ശൂർ കളക്ടറേറ്റ് ഇരിക്കുന്നത് പടക്ക കമ്പനി ആയിരുന്നു. നമ്മുടെ കളക്ടറേറ്റ് ഇല്ലേ, പണ്ട് അവിടെ പടക്ക കമ്പനി ആയിരുന്നു. പിന്നെ പുല്ലയില്, കോടന്നൂര്, അവിടെയൊക്കെ പടക്ക കമ്പനി ഉണ്ട്. അന്ന് മാലപ്പടക്കാണ് ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് ശിവകാശിക്ക് കൊണ്ടുപോയി ചെയ്യുക അന്ന്. ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് മാലപ്പടക്കങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുപോയി ചെയ്യുക. ഇപ്പൊ ഇവിടെ കമ്പനിയൊന്നും ഇല്ല. ഇപ്പൊ അവരുടെ കമ്പനിയിൽ അവിടെ തന്നെ ആയില്ലോ. പിന്നെ കമ്പിത്തിരി ഒന്നല്ലോ, കമ്പിത്തിരിയൊക്കെ വന്നപ്പോൾ കമ്പിത്തിരി അവിടെ തന്നെ പറ്റുള്ളൂ. കാരണം അത് ഉണ്ടാക്കണമെങ്കിൽ നല്ല ചൂട് വേണം. അത് 7 പ്രാവശ്യം മരുന്നിൽ മുക്കിയിട്ട് 7 പ്രാവശ്യം ഉണങ്ങണം, എന്നാലേ ആ കമ്പിത്തിരി നന്നാവുള്ളൂ. അത് ഉണക്കം കുറവുള്ളതാണ് ഈ ഫ്ലാഷിങ് ഇല്ലാണ്ട് കത്തണത്. ശിവകാശിക്കാരുടെ എന്താ സ്പെഷ്യാലിറ്റി, എന്താ അവരുടെ എന്താ കഴിവ്? അവർക്കെന്ന് പറഞ്ഞാൽ കൂലി കുറവ് തന്നെ മെയിൻ. കൂലി കുറവ്. പിന്നെ ഈ അവിടുത്തെ കൂലി കുറവാകുമ്പോൾ സാധനങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനൊക്കെ അവർക്ക് മെച്ചാണല്ലോ. മേടിക്കുന്നവർക്ക് മെച്ചാണല്ലോ. ഇപ്പോൾ ടൗണിൽ തന്നെ ഇപ്പോൾ അവരുടെ വിലയും നമ്മുടെ വിലയായിട്ട് വളരെ വ്യത്യാസമുണ്ട്. നമ്മൾ ശിവകാശിയിൽ നിന്ന് പൂര സമയത്തൊക്കെ എടുക്കാറുണ്ടോ? ഇവിടെ എടുത്ത് പൊട്ടിക്കുന്നുണ്ടോ ആൾക്കാർ? ഇല്ല. ശിവകാശിക്കാർ അവരുടെ ഇത് നമുക്ക് ഇഷ്ടാവില്ല. ചേട്ടനെ 2001 നിർത്തിയത് അങ്ങനെ നിർത്താൻ? 2000 പിന്നെ ഈ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ആയില്ലേ. പിന്നെ എക്സ്പെർട്ട് പണിക്കാർ ഇതിലില്ല. ബംഗാളീസൊക്കെയാണ് ഇതിൽ പണിയുന്നത്. അപ്പൊ എക്സ്പെർട്ട് പണിക്കാർ ഇതിലേക്ക് വരുന്നില്ല. പുതിയതായിട്ട് വരണവർ മുഴുവൻ ഒന്നും ഇതിന്റെ ഉടമസ്ഥന് എത്ര ഇതിന്റെ പിന്നാലെ നടക്കാൻ പറ്റും? അപ്പൊ അതാണ്, അങ്ങനെയുണ്ട് ഒരു കാര്യം. അങ്ങനെ അത് സ്വയം മാറിയതാണ്. ലൈസൻസ് സറണ്ടർ ചെയ്തു. ലൈസൻസ് കയ്യിൽ വെക്കാൻ പാടില്ല, തോക്കിന്റെ ലൈസൻസ് പോലെ ഇത് അടുത്ത പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്യണം. അപ്പൊ ഇപ്പൊ വേറെ വീട്ടില് മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ആർക്കും ഇതിനോട് വലിയൊരു താല്പര്യമില്ല. ചേട്ടൻ്റെ മകന് ബിൽഡിംഗ് കൺസ്ട്രക്ഷനാ. അത് ശരി. അപ്പൊ പിന്നെ ലേബർ പ്രോബ്ലവും ഇതൊക്കെ, പിന്നെ ഈ നിയമങ്ങളും കർശനമായില്ലേ. അപ്പൊ പിന്നെ ഇതിന്റെ ഘടന തന്നെ മാറിയല്ലോ. അപ്പൊ നിങ്ങളെ എന്ത് ചെയ്തു? ഫാക്ടറിയൊക്കെ എന്ത് ചെയ്തു? ഫാക്ടറി ഡിസ്പോസ് ചെയ്തു. അങ്ങനെയുണ്ട് കാര്യങ്ങൾ. ഈ പ്രാവശ്യം ഇപ്പൊ നമ്മൾ വെടിക്കെട്ട് വേണ്ടെന്ന് വെച്ചു, പക്ഷെ ഇത് എന്താ ചെയ്യാ? കൺട്രോൾഡ് എക്സ്പ്ലോഷൻ അല്ലേ സാധിക്കുള്ളൂ? അത് നിർവീര്യമാക്കണം. അതെങ്ങനെ ചെയ്യും? നിർവീര്യമാക്കാന്ന് പറയുന്നത് ഈ ടൈമർ വെച്ച് നമ്മൾ പശ ഒട്ടിക്കലോ, അത് അഴിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഈ ഉറി മനസ്സിലായില്ലേ, ഉറി പോലെ കയറ് കെട്ടിയിട്ട് ഇതുമ്മ ഈ കോറ ഇങ്ങനെ കമത്തിയിടണം. നെക്കെടുത്തിട്ട് ഈ നെക്കിലത്തെ ടൈമർ എടുത്തിട്ട്
എന്നിട്ട് ഈർക്കിളിയാ എന്നിട്ട് അതിലുകൊണ്ട് മരുന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുത്തി കഴിഞ്ഞാൽ കട്ട കട്ടയായിട്ട് മരുന്ന് ഇങ്ങോട്ട് വീഴും. എന്നിട്ട് അങ്ങനെ അത് കാലിന്ന് ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് അത് മാറ്റിയിടണം. എന്നിട്ട് ഈ മരുന്ന് മുഴുവൻ പരത്തിയിട്ടിട്ട് കത്തിക്കണം. ഓ അങ്ങനെയാണ് അതിന്റെ. പരത്തിയിട്ട് കത്തിച്ച് കളയണം. ഈ വെള്ളം ഒഴിച്ചിട്ടൊന്നും കാര്യമില്ല. വെള്ളം ഒഴിച്ചാൽ അത് കാലക്രമേണ തന്നെത്താൻ കത്തും. ഈ പൗഡർ ഐറ്റം ഉണ്ടല്ലോ, അത് നനഞ്ഞു കഴിഞ്ഞാൽ ചൂടായിട്ട് തന്നെത്താൻ കത്തും. പടക്കത്തിൻ്റെ ഉള്ളിലത്തെ മരുന്നില്ലേ കയ്യിൽ പൗഡർ ആവണത്, അലുമിനിയം പൗഡർ ആവണത്, അത് തന്നെത്താൻ കത്തും. അത് കൊല്ലക്കണക്കിന് കഴിഞ്ഞിട്ടും പൊട്ടും. പൂരപ്പറമ്പിൽ പൊട്ടിയിട്ട് അങ്ങനെ മണ്ണിട്ട് മൂടിയിട്ടേ. അപ്പം അതിന് ശേഷം എല്ലാ കുഴിയും ക്ലിയർ ആക്കിയിട്ട് തന്നെ ഇപ്പോൾ കത്തിക്കണല്ലോ. ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വെടിക്കെട്ട് നിധിയാനുള്ള ലൈസൻസ് നിങ്ങൾക്കായിരുന്നു. നമുക്ക് എത്ര കിലോ? 6500 കിലോ. കിലോ. അത് നമുക്ക് ഉണ്ടാവാൻ കാരണം നമുക്കും ഈ 450 കിലോൻ്റെ തന്നെയായിരുന്നു. അത് ഗൾഫിലേക്ക് പോകണമെങ്കിൽ മിനിമം 5000 കിലോ ഉള്ളവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നപ്പോൾ ഈ കിഴക്കൂട്ടിൽ സെറ്റിൻ്റെ ഒക്കെ പിടിപാട് അവർക്ക് നല്ല, ഡൽഹിയിലൊക്കെ നല്ല പിടിപാടുള്ളവരാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ചേട്ടൻ്റെ പേരിൽ 5000 കിലോ വെടിക്കിട്ടും 1500 കിലോ ഗൺ പൗഡറും, അങ്ങനെ 6500 കിലോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അന്ന് ആയിരുന്നു ഈ ഗൺ പൗഡറിനാണ് മെയിനായിട്ട്. ചേട്ടനെ കുറിച്ച് ഒന്ന് പറയാമോ? ചേട്ടൻ്റെ എന്തായിരുന്നു പരിപാടി? ചേട്ടൻ ഏത് വർഷമാണ് ഇത് തുടങ്ങുന്നത്? ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു പുള്ളിയുടെ? അങ്ങനെ ചേട്ടൻ വെടിക്കിട്ടിൽ തന്നെ. ചേട്ടൻ വെടിക്കിട്ടിൽ 68ലാണ് ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ എടുത്തു തുടങ്ങിയത് മാത്രം. പേര് ജോഷി. ജോസ് അറിയപ്പെടുന്നിരുന്ന അങ്ങനെയായിരുന്നു. അറിയപ്പെടുന്നിരുന്ന കരകടൻ ജോസ് എന്ന് പറയും. കരേക്കാടൻ ജോസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറിയുള്ളൂ. അത് ശരി. കരേരക്കാട്ടിൽ നിന്നാണ് ശരിക്ക്. അപ്പം അങ്ങനെ ചേട്ടൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തീവ്രത കൂടുതൽ വെടിക്കിട്ടിനോട് ചേട്ടൻ ഇത്തിരി പിന്നാക്കണം ആൾക്ക്. ആളുടെ സിദ്ധാന്തം എന്താ വെച്ച് കഴിഞ്ഞാൽ വെടിക്കിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയനമനോഹരാണ്, കർണകടവരല്ല. അല്ല, ജനങ്ങൾക്ക് ഒരു അമിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ പിറ്റേ കൊല്ലം വരയ്ക്ക് അത് അവരുടെ മനസ്സിൽ കിടക്കാവുന്ന ജാതിയുള്ള അമിട്ടുകൾ പൊട്ടിക്കണം. കൊച്ചിയിൽ പോയി വെടിക്കെട്ട് നടത്തിയ കഥ പറഞ്ഞു, അതെന്താണെന്നൊന്ന് പറയാമോ? കൊച്ചിയിൽ എറണാകുളത്ത് CC ഗ്രൂപ്പിൻ്റെ അവരുടെ വാർഷികത്തിനൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഡിസംബർ 21 ഡേറ്റ്. അപ്പോൾ അത് മലബാർ ഹോട്ടലിലാണ് ഫംഗ്ഷനൊക്കെ. അവർ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫോറിനേഴ്സാണ് മുഴുവൻ വരിക. അപ്പോൾ അവിടെ ഫോറിനിലാൾക്ക് കുറേ ദുബായ് കുട്ടപ്പനൊക്കെ പറയാം, അങ്ങനെ നല്ല അറിയുള്ളൂ. അപ്പോൾ അങ്ങോരുടെ ഈ പരിപാടിക്ക് വെടിക്കിട്ട് വേണം നോക്കുമ്പോൾ ജോസേട്ടൻ എന്ന് ഒരാളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേട്ടനായിട്ട് കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് മലബാർ ഹോട്ടലിൽ കത്തിക്കാൻ സ്ഥലമില്ല, അവിടെ മുഴുവൻ ആളുകളല്ലേ. അപ്പോൾ വെള്ളത്തിൽ കത്തിക്കാന്നുള്ള പരിപാടിയായി. എന്നിട്ട് ബാർജിമ്മ നമ്മൾ ഈ മണ്ണെണ്ണ ഡ്രമ്മില്ലേ, മണ്ണെണ്ണ ഡ്രമ്മ് വായ വെട്ടിയിട്ട് ഇങ്ങനെ നിരത്തി വെച്ചു. നിരത്തി വെച്ചിട്ട് ഈ ഇരുമ്പൂറ്റി ഉണ്ടല്ലോ അതിലിറക്കിയിട്ട് അതിൽ മണൽ നിറച്ചു. മണൽ ഇടുമ്പോൾ നമ്മൾ കുറ്റി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഴിച്ചിടുന്നതിലും ബല നല്ല അമിട്ട്. അതിൽ മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരമിട്ട് മുകളിൽ പോയി പൊട്ടുമ്പോൾ കരയിൽ നിൽക്കുന്നവർക്ക് അടിയിൽ വെള്ളത്തിലും കാണാം ഒരമിട്ട്. അത്രയ്ക്ക് ഭംഗിയായിരുന്നു. നമുക്ക് കത്തിക്കുന്നവർക്ക് നമുക്കറിയില്ലല്ലോ. അപ്പോൾ കത്തി കഴിഞ്ഞപ്പോൾ അവരുടെ മറ്റേ ഇതിലൊക്കെ വീഡിയോയിലൊക്കെ എടുത്തപ്പോൾ 2 അമിട്ട കാണണേ. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ ഓരോ പുതിയതായിട്ട് ഇങ്ങനെ ഒഴിവുള്ള സമയത്ത് ഇതിനെപ്പറ്റി ആലോചിച്ച് മിക്സ് ചെയ്ത് പഠിക്കണത്. എത്ര വർഷം നടത്തി പുള്ളി ഇത്? 21 വർഷം തൃശ്ശൂർ പൂരത്തിന്. ബാക്കി കേരളത്തിലെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും കത്തിച്ചിട്ടുണ്ട്. താങ്കളാ കൂടെ പോകുമായിരുന്നു? എല്ലാത്തിനും പോവും, അസിസ്റ്റ് ചെയ്യാനും പോയിരുന്നു. എനിക്ക് സർക്കാർ പണിയായാലും അന്ന് പഞ്ചായത്തിലൊക്കെ പണി കുറവാണേ, അപ്പം അഡ്ജസ്റ്റ്മെന്റിൽ പോവും. എവിടെ ജോലി ചെയ്തിരുന്നത്? ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു.